ഓക്കെ, നമ്മൾ ഇപ്പൊ ഈ ഒരു സെഷൻ കൂടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് OP 9.0 ഓറിയന്റേഷന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സിലബസ് ഡീകോഡിങ്, അതായത് നമ്മൾ ബികോം സെക്കൻഡ് ഇയേഴ്സ് ആണ്. അപ്പൊ ആ സെക്കൻഡ് ഇയറിന്റെ പാർട്ടിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നമ്മളുടെ ഒരു പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടി എടുക്കുന്നത് എന്നുള്ള എല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കവറപ്പ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിലബസ് ഡീകോഡിങ് സെഷനിൽ ഓൾറെഡി എന്റെ പേര് അറിയാണ്ടിരിക്കും. എന്റെ പേര് സ്നേഹ എന്നാണ്, കൊമേഴ്സിലെ മെൻറ്ററാണ്. അതേപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൊമേഴ്സിലെ മെൻറ്ററായ വാണി മാം ഉണ്ട്. കൂടാതെ BCA മെൻറ്ററായ അർച്ചന മാമും കൂട്ടത്തിലുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സെഷൻ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പറയാം. നിങ്ങൾക്ക് സിലബസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോഗ്രാം കംപ്ലീഷന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വിട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മറന്നു പോയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് റീകോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്തും പോകാമേ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു മെയിൻ ഈ ഒരു സെഷന്റെ ഒരു എയിം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിലബസ് ഡീകോഡ് ചെയ്യുക. ഡീകോഡിങ് യുവർ സിലബസ്. സെക്കൻഡ് ഇയറിലെ സിലബസ് നമ്മൾ ഡീകോഡ് ചെയ്ത് അത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് അതിൽ എന്തൊക്കെ കവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലേൺ വൈസ് നിങ്ങൾക്ക് തരുന്ന അക്കാഡമിക് കണ്ടന്റ് ഫീച്ചേഴ്സ്, അതായത് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ജനറൽ ഒരു ഐഡിയ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ ഒരു എയിമായ സിലബസ് ഡീകോഡിങ്ങിലോട്ട് പോകാം. അതിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയറും രണ്ടിലെ നമുക്ക് ഒരു സബ്ജക്ട് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റ് ആണ്. അതിൽ BCom സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ത്രൂ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹിന്ദി. നമുക്കൊരു ഓപ്ഷണൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഭൂരിഭാഗം പേര് നിങ്ങൾ എടുത്തിരിക്കുന്നത് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ ആയിരിക്കും, ഇംഗ്ലീഷിന്റെ പേപ്പർ ആയിരിക്കും. അപ്പം അത് മാത്രമാണ് നമുക്ക് ഓപ്ഷണൽ പേപ്പർ ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഒരു ചോയ്സ് ഇല്ല, കമ്പൽസറി ആയിട്ട് നമ്മൾ എടുക്കേണ്ട പേപ്പേഴ്സ് ആയിരുന്നു. എന്നതാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് BCOC 136 ഉണ്ട്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് BCOS 183, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ BCOLA 138, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് BCOC 137, കോസ്റ്റ് അക്കൗണ്ടിംഗ് BCOC 138, ഇ-കൊമേഴ്സ് BCOS 184. ഇങ്ങനെ 8 സബ്ജക്റ്റ് ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇയറിൽ കവർ ചെയ്യുന്നത്. ദെൻ തേർഡ് ഇയർ വരുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് വീണ്ടും 8 സബ്ജക്ട്സ് തന്നെ ആയിരിക്കും. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് BCOE 141 വരുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് BCOS 185, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് BCOG 171, ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് BCOE 143. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് BCOE 142, ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് BCOE 144, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് BCOS 186, ഇന്ത്യൻ എക്കണോമി BCOG 172. ഇങ്ങനെ 8 സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ തേർഡ് ഇയറിൽ കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് പേപ്പർ, അതായത് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ട് 2 സെഷൻസ് ആയിട്ടാണ് നമ്മുടെ ബ്ലോക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പാർട്ട് എയിൽ നമുക്ക് 3 ബ്ലോക്ക് ആയിരിക്കും കവർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ്, അതായത് ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫണ്ടമെന്റൽ പാർട്സ് ആയിരിക്കും ആ ഒരു സെഷനകത്ത് പറയുന്നത്. അതിൽ യൂണിറ്റ് 1ഉം 2ഉം കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ്സ്, അതായത് നമ്മളുടെ ആ ഒരു ഇൻകം ടാക്സുമായിട്ട് അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പറയുന്നു. ദെൻ യൂണിറ്റ് 3ൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. യൂണിറ്റ് 4 വരുമ്പോൾ എക്സംപ്റ്റഡ് ഇൻകംസ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 1ൽ കവർ ചെയ്യുക. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ സാലറീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. അതിൽ 3 പാർട്ടായിട്ടാണ് അല്ലെങ്കിൽ 3 യൂണിറ്റ് ആയിട്ടാണ് സാലറീസ് ഡിസ്കസ് ചെയ്യുന്നത്. ആ സാലറീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സാലറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സാലറീസ് എന്ന രീതിയിൽ അക്കൗണ്ട്സിൽ എടുക്കുന്ന പോയിന്റുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഇപ്പം നമ്മൾ TA DA എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കേൾക്കുമല്ലോ. അപ്പം ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ സാലറീസിന്റെ അണ്ടറിൽ വരുന്നതെന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഈ ഒരു ബ്ലോക്ക് 2ലായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ദെൻ ബ്ലോക്ക് 3 വരുന്നത് അതും പാർട്ട് എയുടെ അണ്ടറിൽ തന്നെയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമുക്കൊരു ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ കിട്ടുന്ന
എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം, അതിനെ എങ്ങനെ ടേക്ക് ഓവർ ചെയ്യണം എന്ന രീതിയിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിലോട്ട് ആക്കണം എന്ന രീതികളായിരിക്കും ബ്ലോക്ക് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം, അതായത് റെന്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എന്തൊക്കെയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് എടുക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ ബാക്കി 3 യൂണിറ്റുകളിൽ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഗെയിൻസിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പാർട്ട് 1, 2, 3 എന്ന രീതിയിൽ നമ്മൾ 3 യൂണിറ്റുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. ദെൻ പാർട്ട് ബി ആണ്. പാർട്ട് ബി വരുമ്പോൾ നമുക്ക് 2 ബ്ലോക്കുകളാണുള്ളത്, ബ്ലോക്ക് 4, 5. ബ്ലോക്ക് 4ൽ നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ സോഴ്സസ് പഠിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്താണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ നിന്നുള്ള ഇൻകംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളതായിരിക്കും യൂണിറ്റ് 12ൽ പറയുക. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതായത് നമ്മൾ പറഞ്ഞു ഹൗസ് പ്രോപ്പർട്ടി, സാലറി എന്നൊക്കെ പറഞ്ഞു, ഇതല്ലാതെ എക്സ്ട്രാ വരുന്ന കുറച്ച് ഇൻകംസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചായിരിക്കും യൂണിറ്റ് 13ൽ പറയുക. ദെൻ ആഗ്രിഗേഷൻ ഓഫ് ഇൻകംസ്, അതായത് നമ്മൾ എന്തെങ്കിലും ഇൻകമും ഡീംഡ് ഇൻകവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്ലബ് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാം, ഇതൊക്കെയായിരിക്കും യൂണിറ്റ് 14ൽ ഡിസ്കസ് ചെയ്യുക. ദെൻ ബ്ലോക്ക് 5ൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ആണ്. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കുറെ യൂണിറ്റ്സ് വരുന്നുണ്ട്, അതായത് സബായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ബ്ലോക്ക് 5ലായിരിക്കും. അതിൽ യൂണിറ്റ് 15ൽ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തെല്ലാം ഡിഡക്ട് ചെയ്യാം, നമ്മൾ 80D അല്ലെങ്കിൽ 80C എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡിഡക്ഷൻസ് പണ്ടോട്ടേ കേൾക്കുമല്ലോ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴേ, അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിലായിരിക്കും. ദെൻ യൂണിറ്റ് 16 വരുമ്പോൾ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, പിന്നെ അസസ്മെന്റ് ഓഫ് ഫേംസ്, പിന്നെ റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫയലിംഗ്സും കാര്യങ്ങളും എന്താണെന്നുള്ളത് യൂണിറ്റ് 18ൽ. ദെൻ യൂണിറ്റ് 19 വരുമ്പോൾ ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺസ്, അതായത് നമ്മൾ ഓൺലൈനായിട്ട് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്ന് പറയത്തില്ല, അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ സ്റ്റെപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ലീഡിംഗ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്സ്, അതായത് നമ്മൾ കേസ് സ്റ്റഡി ഒക്കെ പഠിക്കത്തില്ലേ, അതേപോലത്തെ കുറച്ച് കോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിയൽ കേസസ് ആണ് യൂണിറ്റ് 20ൽ പഠിക്കുന്നത്. ഇങ്ങനെ ബ്ലോക്ക് 5 വരെയാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിൽ നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ്. ദെൻ നെക്സ്റ്റ് പേപ്പർ, അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് BCOC 137ൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. കമ്പനി അക്കൗണ്ട്സ് പാർട്ട് 1 ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുന്നുണ്ട്. ദെൻ ഷെയർ ക്യാപിറ്റലിന്റെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് 2ൽ. യൂണിറ്റ് 3 വരുമ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസിനെ ബൈബാക്ക് ചെയ്യുന്നതിന്റെ കാര്യങ്ങളും അതിന്റെ തിയറിയും പ്രോബ്ലം എല്ലാം നോക്കുന്നുണ്ട്. അതേപോലെ യൂണിറ്റ് 4 വരുമ്പോൾ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിഡീം ചെയ്യാം എന്ന കേസസ് എല്ലാം അവിടെ യൂണിറ്റ് 4ൽ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 5 വരുമ്പോൾ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണെന്നും ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂവും റിഡംഷനും എല്ലാം ആ യൂണിറ്റ് 5ലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ കമ്പനി അക്കൗണ്ട്സിന്റെ പാർട്ട് 2 ആണ് ബ്ലോക്ക് 2ൽ വരുന്നത്. അവിടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽഡ് പോർഷൻ ആയിരിക്കും കവർ ചെയ്യുന്നത്. അതിനെ നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് 2 യൂണിറ്റ്സ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നു. അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും ഈ ഒരു ബ്ലോക്കിലാണ് കവർ ചെയ്യുക. ദെൻ തേർഡ് ബ്ലോക്ക് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വിൽ. അപ്പൊ ഹോൾഡിംഗ് കമ്പനീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അല്ലെ ഹോൾഡിംഗ് കമ്പനി എന്താണ്, അതിന്റെ അക്കൗണ്ട്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പാർട്ട് 1, പാർട്ട് 2 എന്ന രീതിയിൽ 2 യൂണിറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു. ദെൻ അതേപോലെ തന്നെ വാലുവേഷൻ ഓഫ് ഗുഡ് വില്ലിനെ യൂണിറ്റ് 11ലും വാലുവേഷൻ ഓഫ് ഷെയർസിനെ യൂണിറ്റ് 12ലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് ആണ് പറയുന്നത്. കമ്പനീസ് അമാൽഗമേറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻഫർമേഷൻസ്. അതിൽ യൂണിറ്റ് 13ൽ അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് കാര്യങ്ങൾ, അതായത് അമാൽഗമേഷൻ എന്താണ്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് നടക്കുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 13ൽ വരിക. യൂണിറ്റ് 14 വരുമ്പം അതിനെ എങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അമാൽഗമേഷൻ വരുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട്സ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കേസസും അമാൽഗമേഷന്റെ സമയത്തെ ഇൻകം അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ് ചെയ്യാം എന്നതായിരിക്കും യൂണിറ്റ് 14ൽ വരിക. ദെൻ യൂണിറ്റ് 15ൽ നമ്മൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇത്രയുമായിരിക്കും നമ്മൾ ബ്ലോക്ക് 4ൽ കവർ ചെയ്യുക. ദെൻ യൂണിറ്റ് 5 വരുന്ന സമയത്ത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ് വരുന്നത്. അതിലും 4 യൂണിറ്റ്സ് വരുന്നുണ്ട്.
ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസിന്റെ ബേസിക് ആസെറ്റ്സ് ആണ് ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുക. ദെൻ യൂണിറ്റ് 17 വരുമ്പോൾ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, അതായത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. ദെൻ കൊമേഴ്സ്യൽ ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റീവ് ചെയ്ത കാര്യങ്ങൾ യൂണിറ്റ് 18ലും. നോൺ പെർഫോമിംഗ് അസെറ്റ്സ്, അതായത് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ പറയും NP അസെറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് യൂണിറ്റിലും കവർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ബ്ലോക്ക് 5ന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വരെ വരുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമുക്ക് വരുന്ന നെക്സ്റ്റ് പേപ്പർ, PCOC 138. ഇതിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ആണ് നോക്കുന്നത്. അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് കൺസെപ്റ്റും അല്ലെങ്കിൽ അതിന്റെ അസർടൈൻമെന്റും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബ്ലോക്കിൽ വരുമ്പോൾ മെറ്റീരിയൽ ആൻഡ് ലേബർ ആയിരിക്കും വരിക. അതിനകത്ത് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, ഇഷ്യൂ, അതായത് മെറ്റീരിയൽസും കാര്യങ്ങളും പ്രൊക്യൂർ ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് 3യിലും. യൂണിറ്റ് 4 വരുമ്പോൾ ഇൻവെന്ററി കൺട്രോൾസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. യൂണിറ്റ് 5ല് ഇതിന്റെ എല്ലാ പ്രൈസിങ്, അതായത് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ വരുന്ന പ്രൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. യൂണിറ്റ് 6 വരുമ്പോൾ ലേബർ കാര്യങ്ങൾ, അതായത് ലേബറിന്റെ ബേസിക് കൺസെപ്റ്റ്സ് കാര്യങ്ങൾ, ലേബേഴ്സ് എന്താണ് ഈ അക്കൗണ്ട്സിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം യൂണിറ്റ് 6ലും. യൂണിറ്റ് 7 വരുമ്പം അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സും, അതായത് ലേബറിനെ എങ്ങനെ നമുക്ക് അക്കൗണ്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് യൂണിറ്റ് 7ൽ പറയും. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് ഓവർ ഹെഡ്സ് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സ് യൂണിറ്റ് 8ലും, അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് യൂണിറ്റ് 9ലും. യൂണിറ്റ് 10 വരുമ്പം മെഷീൻ അവർ റേറ്റും ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഓവറോൾ ആയിട്ട് പഠിച്ചു പോകും. ദെൻ അതിനകത്ത് ഒരു യൂണിറ്റും കൂടെ വരുന്നുണ്ട്, അതായത് ട്രീറ്റ്മെന്റ് ഓഫ് അതർ ഓവർ ഹെഡ്സ്. നമ്മളിപ്പോ പറഞ്ഞതൊക്കെ അല്ലാതെ ബാക്കി ഒത്തിരിയും ഓവർ ഹെഡ്സ് നമ്മൾ ബാക്കി ബാലൻസ് ഷീറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ കൺസിഡർ ചെയ്യണം, എവിടെ അലോക്കേറ്റ് ചെയ്യണം, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഏത് ഷീറ്റിലാണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളതെല്ലാം നോക്കുന്നത് യൂണിറ്റ് ലെവലിലായിരിക്കും. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് അടുത്ത ബ്ലോക്ക് വരുന്നത്. അതിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്താന്ന് പറയുന്നു യൂണിറ്റ് 12ല്. ദെൻ ജോബ് കോസ്റ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ പ്രോബ്ലംസും യൂണിറ്റ് 13ൽ പറയുന്നു. യൂണിറ്റ് 14 വരുമ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗും ദെൻ പ്രോസസ് കോസ്റ്റിംഗ് യൂണിറ്റ് 15ലും പറയുന്നു. ദെൻ ജോയിന്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതും അതിന്റെ കൂട്ടത്തിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും യൂണിറ്റ് 16ലാണ് നമ്മൾ പഠിക്കുക. യൂണിറ്റ് 17 വരുമ്പോൾ വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ടുമില്ല എന്നൊരു സ്റ്റേജ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനെ എങ്ങനെ വാല്യൂ ചെയ്യാം എന്ന കാര്യങ്ങൾ യൂണിറ്റ് 17ൽ വരുന്നു. ദെൻ യൂണിറ്റ് 18ൽ സർവീസ് കോസ്റ്റിംഗും യൂണിറ്റ് 19 വരുമ്പോൾ റിക്കൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് BSc OLA 138, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനകത്ത് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ്, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബേസിക് കൺസെപ്റ്റ്സ് ആയിരിക്കും ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അതായത് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, ഡെഫിനിഷൻസ്, പ്രോസസ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു, അല്ലെങ്കിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഈ ഒരു യൂണിറ്റ് 1ലാണ് വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് വെർബൽ, നോൺ വെർബൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് പോർഷൻ വരുന്ന യൂണിറ്റ് 2ലും. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ വേരിയസ് ടൈപ്സും കാര്യങ്ങളും ഒക്കെ എന്താണ്, അതിന്റെ റോൾ എന്താണ് എന്നൊക്കെ പറയുന്നത് യൂണിറ്റ് 3ലും. യൂണിറ്റ് 4 വരുമ്പോൾ പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, എന്തിനാണ് ഈ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് നീഡ്സും അല്ലെങ്കിൽ അതിന്റെ അതുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 4ലും. യൂണിറ്റ് 5 വരുമ്പോൾ ചാനൽസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒത്തിരിയും ടൈപ്സ് ഓഫ് ചാനൽസ് ഉണ്ട്. ഇപ്പം ഡയറക്ട് ചാനൽ, ഇൻഡയറക്ട് ചാനൽ, അല്ലെങ്കിൽ ഫോർമൽ, ഇൻഫോർമൽ, അങ്ങനെ പറഞ്ഞ കുറെ ചാനൽസ് നമ്മൾ പറയുമല്ലോ. അപ്പം അതിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ചാനൽസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് 5ൽ പറയും. ദെൻ ബിസിനസ് കറസ്പോണ്ടൻസ് ആണ് വരുന്നത് അടുത്ത പോർഷൻ. അതിൽ യൂണിറ്റ് 6ൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, അതായത് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഒരു ലെറ്റർ എഴുതുന്ന പോലെ അല്ല. അപ്പൊ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് തിയറി പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെ വേണം എന്നത് പറയുന്നു. അതേപോലെ തന്നെ ബിസിനസ് കറസ്പോണ്ടൻസ്, അതായത്
ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബിസിനസ് ലെറ്ററിന്റെ സ്റ്റൈല്, എസെൻഷ്യൽസ്, ഇമ്പോർട്ടൻസ്, അതെല്ലാം നമ്മളൊരു 2 പാർട്ടായിട്ട് യൂണിറ്റ് 7ലും യൂണിറ്റ് 8ലും ഡിസ്കസ് ചെയ്യുന്നു. ഇതേപോലെ യൂണിറ്റ് 9 വരുമ്പോൾ മീറ്റിംഗ്സ്, അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലപ്പോഴും മീറ്റിംഗ്സിലല്ലേ. മീറ്റിംഗ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് എങ്ങനെയൊക്കെയാണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എടുക്കേണ്ട കുറച്ച് റൂൾസ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർമാറ്റ് എങ്ങനെയാണ്, അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ 9ലും 10ലുമാണ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ വരുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിപ്പോർട്ട്സ് ആണ്. യൂണിറ്റ് 11ൽ പറയുന്നത് ബിസിനസ് റിപ്പോർട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ഗുഡ് റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്ന കാര്യങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ഒരു പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ റിപ്പോർട്ട്, എങ്ങനെ ഒരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യാം എന്നത് നമ്മുടെ യൂണിറ്റ് 12ലും. ദെൻ അതുപോലെ പ്രിസൈസ് റൈറ്റിംഗ്, അതായത് എങ്ങനെ ഒരു നല്ലൊരു പ്രിസൈസ് ഫോമിൽ ഒരു ഗുഡ് റിപ്പോർട്ട് റൈറ്റ് ചെയ്യാം എന്നത് യൂണിറ്റ് 13ലും പറയുന്നു. ദെൻ വൊക്കാബുലറി ഫോർ ബിസിനസ് റൈറ്റിംഗ് ആണ് ലാസ്റ്റ് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ് ടേംസ് ഉണ്ടല്ലോ, ചില ബിസിനസ് ടേംസ് നമ്മൾ ഈ റൈറ്റിംഗിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 14ലും 15ലും 2 പാർട്ടായിട്ട് നമ്മൾ പറയുക. ദെൻ യൂണിറ്റ് 16 വരുന്ന സമയത്ത് വേർഡ് ഓഫൻ കൺഫ്യൂസ്ഡ്, അതായത് നമുക്ക് ചില വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുക. അതായത് ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു യൂസേജിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂസ് വരുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് മീനിങ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് യൂണിറ്റ് 16ൽ വരുന്നത്. ദെൻ യൂണിറ്റ് 17 വരുന്ന സമയത്ത് വേർഡ്സ് ഓഫൻ മിസ്സ്പെൽഡ്, നമ്മൾ സ്പെല്ലിംഗ് തെറ്റി മാറിപ്പോകാൻ ചാൻസ് ഉള്ള ചില വേർഡ്സ് കാര്യങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷിൽ, അത് എന്തൊക്കെയാണ്, അതിന്റെ കറക്റ്റ് ഫോം ഒക്കെ എന്താണ് എന്നതായിരിക്കും നമ്മൾ ഒരു യൂണിറ്റ് 17ൽ പറയുക. ദെൻ ലാസ്റ്റ് പോർഷനിൽ കോൺഫറൻസിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ്, അതായത് നമ്മളൊരു ജോബ് മാർക്കറ്റിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വോയിസ് മെയില്, വീഡിയോ കോൺഫറൻസിങ്, കോൺഫറൻസ് കോൾസ്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളുണ്ട്, മാറ്റേഴ്സ് ഉണ്ട്. അതെന്തൊക്കെ, അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന കുറച്ച് ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് വേർഡ്സ് ആയിരിക്കാം, ഡയലോഗ്സ് ആയിരിക്കാം, അതിന്റെ ഒരു ഫോർമാറ്റ് ആയിരിക്കാം, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഇതെല്ലാം പറയുന്നത് യൂണിറ്റ് 19ലായിരിക്കും. ഇത്രയുമാണ് നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പേപ്പർ ആണ് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിൽ പാർട്ട് എ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്ന ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഇതില് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും യൂണിറ്റ് 1ൽ പറയുന്നു. യൂണിറ്റ് 2 വരുമ്പോൾ കമ്പ്യൂട്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും പറയുക. യൂണിറ്റ് 3 വരുമ്പോൾ വെബ് ആപ്ലിക്കേഷൻസ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുന്നു. ദെൻ യൂണിറ്റ് 4ൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിന്റെ ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ ഡേറ്റ ഹാൻഡ്ലിംഗ് ആണ് വരുന്നത്. അതില് വീണ്ടും 4 യൂണിറ്റ്സ് ഉണ്ട്. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, ദെൻ അതേപോലെ IT സെക്യൂരിറ്റി മെഷേഴ്സ്, അതായത് ബിസിനസ്സിൽ നമ്മൾ എടുക്കേണ്ട IT സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ച് പറയുന്നു. അതേപോലെ ഇന്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻസ്, ഇന്റർനെറ്റ് സർവീസസും ഇമെയിൽ കോൺഫിഗറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ പ്ലാസ്റ്റിക് മണി, വാലറ്റ്, ഓൺലൈൻ, ഇപ്പൊ എല്ലാം നമ്മൾ ഓൺലൈനായിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അന്നേരം നമുക്ക് വരുന്ന മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, എല്ലാം നമ്മൾ ത്രൂ ഓൺലൈൻ ചെയ്യുമ്പം ഇതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കുറച്ച് പോർഷൻസ് അല്ലേ. ഇത് എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സും കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു യൂണിറ്റ് 8ൽ പറയുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 3ൽ വരുന്നത് വേർഡ് പ്രോസസിംഗ് ആണ്. അതിൽ ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിംഗ് യൂണിറ്റ് 9ലും. യൂണിറ്റ് 10 വരുമ്പോൾ വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസിംഗ്, അത് വേർഡ് പ്രോസസിംഗുമായിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് പറയുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുമ്പോൾ 11ൽ അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിങ് വേർഡ് പ്രോസസിംഗ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻസ്ഡ് ടൂൾസ് ഏതൊക്കെയാണ്, അത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. ലാസ്റ്റ് വൺ ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വേർഡ് പ്രോസസിംഗ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നത് പറയുന്നു. നെക്സ്റ്റ് നമ്മളുടെ ഇ-കൊമേഴ്സ് ആണ് വരുന്നത്. BCOS 184 ഇ-കൊമേഴ്സിലെ ഫസ്റ്റ് ബ്ലോക്കിൽ ബേസിക്സ് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻസ്, ബിസിനസ് മോഡൽസ്, ഇ-കൊമേഴ്സിലെ ടെക്നോളജീസ്, ഈ ഇലക്ട്രോണിക് ഗവേണൻസ്, അങ്ങനത്തെ പോർഷൻസ് ആണ് ബ്ലോക്ക് 1ൽ കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ പേയ്മെന്റ് സിസ്റ്റംസ് ആണ്. അതായത് പേയ്മെന്റ് എന്താണ്, ബാങ്കിങ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 2ൽ ഡിസ്കസ് ചെയ്യുക.
ദെൻ ബ്ലോക്ക് 3 വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് ആണ് പറയുന്നത്. അതിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്താണെന്നും ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ട്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതെന്നുള്ളത് പറയുന്നുണ്ട് യൂണിറ്റ് 8. യൂണിറ്റ് 9 വരുമ്പോൾ വെബ് സെർവർ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വെബ് സെർവേഴ്സിന്റെ കാര്യങ്ങളിലായിരിക്കും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. ബ്ലോക്ക് 4 സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് ആണ് പറയുന്നത്. ഇതിൽ യൂണിറ്റ് 10 വരുമ്പോൾ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റിൽ സൈബർ സെക്യൂരിറ്റിയുടെ മെഷേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ യൂണിറ്റ് 12 IT ആക്ട് 2000 കുറിച്ച് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് 5 വരുന്ന സമയത്ത് ഓൺലൈൻ പോർട്ടൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ടെയിലിംഗ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നത് യൂണിറ്റ് 13 സർവീസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള യൂണിറ്റ് 14 യൂണിറ്റ് 15 വരുമ്പം ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ബെഗ്ല 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ ആണ്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് മെയിൻ ആയിട്ട് ഈ ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ത്രൂ വൊക്കാബുലറി. നമുക്ക് നമ്മുടെ ഒരു ലാംഗ്വേജും വൊക്കാബുലറിയും ത്രൂ ഉള്ള നമ്മളുടെ ലിറ്ററേച്ചറുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറൽ മീനിങ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 2 എക്സ്റ്റൻഷൻസ് ഓഫ് മീനിങ്സ്, ഈ മീനിങ്സിന്റെ ഒക്കെ എക്സ്റ്റൻഷൻസ് പറയുന്നു. ദെൻ മൾട്ടിപ്പിൾ മീനിങ്സും കാര്യങ്ങളിനെ കുറിച്ച് യൂണിറ്റ് 3 യൂണിറ്റ് 4 സ്റ്റഡി ഓഫ് ലിറ്റററി ടെസ്റ്റിനെ കുറിച്ചും പറയുന്നു. ബ്ലോക്ക് 2 ലിറ്റററി ഡിവൈസസ് ആണ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് സൗണ്ട് പാറ്റേൺസ് എന്താണ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്താന്നുള്ളത് ഒരു 3 പാർട്ടായിട്ട് പറയുന്നുണ്ട്. അതായത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ പാർട്ടിലും യൂണിറ്റ് 6, 7, 8 ആയിട്ട് 3 പാർട്ടായിട്ടാണ് നമ്മുടെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ബ്ലോക്ക് 3 സ്ട്രക്ചർ വേർഡ്സ് ആണ് പറയുന്നത്. സ്ട്രക്ചർ വേർഡ്സിന്റെ ഫസ്റ്റ് പാർട്ട് യൂണിറ്റ് 9 പിന്നെ ഓക്സിലറീസിനെ കുറിച്ച് യൂണിറ്റ് 10 ദെൻ ഡിസ്കോഴ്സിനെ കുറിച്ച് 11 ദെൻ സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഷന്റെ പാർട്ട് 2 യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ട്യൂട്ടോറിക്കൽ ഡിവൈസസ് ആണ്. അതിൽ യൂണിറ്റ് 13 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്യൂട്ടോറിക്കൽ പറയുന്നുണ്ട്. ദെൻ യൂണിറ്റ് 14 വരുമ്പോൾ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ അതിന്റെ എങ്ങനെയാണ് എന്താണ്. ദെൻ യൂസ് ഓഫ് റിപ്പീറ്റേഷന്റെ യൂസ് എങ്ങനെ ഒക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ യൂസ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ യൂസേജ് എങ്ങനെ വേണം എങ്ങനെയാണ്. ദെൻ ഡൂയിങ് തിങ്സ് വിത്ത് ലാംഗ്വേജ് അല്ലെങ്കിൽ പൊളൈറ്റ്നെസ്, അതായത് പൊളൈറ്റ്നെസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് ത്രൂ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ യൂണിറ്റ് 17 പറയുന്നു. ദെൻ ഇത് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു 8 സബ്ജക്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ടെന്ന് പറയാം. അപ്പൊ 8 സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ബ്രീഫായിട്ട് ഏതൊക്കെ ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത് എന്നത് ഇതിനകത്താണ് വരുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പ്രോഗ്രാം ഇതിന്റെ റെക്കോർഡ് ആപ്പിൽ അവൈലബിൾ ആവോ? നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകും. നിങ്ങൾക്ക് അതിന്റെ അത് ഷെയർ ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം കംപ്ലീഷൻ, നമുക്ക് ഇതുവരെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് നമ്മളൊരു ടോപ്പിക്കുകൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. എന്തൊക്കെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ നമ്മളുടെ കോഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് കംപ്ലീഷൻ വരുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റെപ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വാണി മാം, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സ്നേഹ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്കുണ്ട് എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പൊതുവെ നമുക്ക് ഇഗ്നോയിൽ വേണ്ടത് എന്തൊക്കെയാണ്, അസൈൻമെന്റ്സും പേയ്മെന്റ് എക്സാമിനേഷനുമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്, നമ്മൾ എഴുതി വെക്കുകയാണ്. യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന അതേ ഫോർമാറ്റിൽ A4 സൈസ് പേപ്പറിനകത്ത് നമ്മൾ എഴുതി വെക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ അസൈൻമെന്റ്സ് ഫുള്ള് സബ്മിറ്റ് ചെയ്ത് ഏകദേശം സ്കോർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം നിങ്ങൾ ഓരോരുത്തരും.
അപ്പൊ നമുക്ക് എഗെയിൻ ഒന്നുകൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ജാൻ 25 സെക്കൻഡ് ഇയറിലേക്ക് ജാൻ 25 ചേർന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ 31 നിങ്ങൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എക്സാംസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ഡിസംബറിലായിരിക്കും. അപ്പൊ നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യമാണ് അസൈൻമെന്റ്സ് വെക്കാനുള്ള ടൈം വരുന്നത്. എക്സാംസ് 2 പ്രാവശ്യം വരുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അസൈൻമെന്റ്സിന്റെ സബ്മിഷന്റെ ഡേറ്റും വരുന്നുണ്ടാവുക. പിന്നെ അസൈൻമെന്റ്സിനകത്ത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലായതുകൊണ്ട് തന്നെ ഷോർട്ട് എസ്സേയും ലോങ് എസ്സേയും നമുക്ക് വരാറുണ്ട്. 10 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 20 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടുതലായിട്ടും 10ഉം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. അസൈൻമെന്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ഫോമിലാണ്, കൈകൊണ്ട് എഴുതിയാണ് നമ്മൾ അസൈൻമെന്റ്സ് വെക്കുന്നത്. വൺസ് അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കൈവശം വെക്കുക. അറിയാവുന്നതാണല്ലോ. കാരണം ഇൻ കേസ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കയ്യിൽ വെക്കാൻ പറയുന്നത് 2 ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ മാർക്ക് വന്നില്ല എങ്കിൽ നമ്മളുടെ കയ്യിൽ ഉള്ള ഒരു റെഫറൻസ് അല്ലെങ്കിൽ എവിഡൻസ് ആണ് ഈ പറയുന്ന നമ്മുടെ കോപ്പി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇൻ ഫ്യൂച്ചറിലേക്ക് എക്സാംസിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അസൈൻമെന്റ്സിൽ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് നമുക്ക് വന്നാലും എഴുതാൻ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ അതിന്റെ ആൻസർ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ ടൈം എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ അസൈൻമെന്റ്സിൽ ഇതിന്റെ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ അസൈൻമെന്റ്സിന്റെ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കൈവശം വെക്കുക ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടിയിട്ട്. കൂടാതെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിന്നും അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് ഷീറ്റ് കൈപ്പറ്റുക. വൺസ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അത് കൈപ്പറ്റുക. കാരണം ഇപ്പൊ പല സ്റ്റഡി സെന്ററിൽ നമ്മൾ കാണുന്നുണ്ട് അസൈൻമെന്റ്സിന്റെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, ലേറ്റ് ആവുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു എവിഡൻസ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഈ അക്നോളജ്മെന്റ് ഷീറ്റാണ്. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കംപ്ലൈൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ സമീപിക്കുമ്പോൾ ഇതാണ് എന്റെ അക്നോളജ്മെന്റ് ഷീറ്റ്, ഞാൻ ഇന്ന ഡേറ്റിൽ ഇത്രയും സബ്ജക്ട് ഈ സബ്ജക്ട് കൂടെയുള്ള എല്ലാ സബ്ജക്റ്റും ഞാനിവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു, പക്ഷേ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ എന്റെ മാർക്ക് വന്നിട്ടില്ല എന്ന് സ്റ്റഡി സെന്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ അക്നോളജ്മെന്റ് ഷീറ്റ് മസ്റ്റ് ആയിട്ടും വേണം. പിന്നെ ഉള്ളത് നമുക്ക് അസൈൻമെന്റ്സ് വിത്തിൻ 1 മന്തിനുള്ളിൽ കറക്റ്റ് ചെയ്ത് തരും എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ റൂൾ പ്രകാരം പറയുന്നത്. അങ്ങനെ കറക്റ്റ് ചെയ്ത് അതത് സ്റ്റഡി സെന്റേഴ്സിലെ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് നമ്മുടെ അസൈൻമെന്റ് കറക്റ്റ് ചെയ്ത് തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്നാണോ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് അതിന് 1 മാസത്തിന് ശേഷം നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മുടെ അസൈൻമെന്റ്സ് അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന അസൈൻമെന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രി ലെവലിൽ നമ്മുടെ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. 100ൽ 35 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസൈൻമെന്റ്സ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അസൈൻമെന്റ്സ് ക്ലിയർ ചെയ്താൽ മാത്രമേ ടേം എക്സാമിനേഷനും നമുക്ക് ക്ലിയർ ആയി എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ 100ൽ 35 മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ ഫ്രഷ് ആയിട്ട് വരുന്ന അസൈൻമെന്റ്സ് ഏതാണോ അത് നമ്മൾ എഴുതി റീസബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്രയാണ് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ടേം എൻഡ് എക്സാമിനേഷൻ ആണ്. അസൈൻമെന്റ്സിന്റെ കൂട്ട് തന്നെയാണ് എന്താണ് ടേം എൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി 2 തവണ വർഷത്തിൽ 2 തവണയാണ് ടേം എൻഡ് എക്സാമിനേഷൻ നടത്തുന്നത്, ജൂണിലും ഡിസംബറിലുമായിട്ട്. നമ്മളിപ്പം ജനുവരി ബാച്ചാണ്, ഇയർലി കോഴ്സ് ആണ് നമ്മളുടേത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ. സെക്കൻഡ് ഇയറിന്റെ എക്സാം വരുന്നത് ഡിസംബറിലായിരിക്കും. അപ്പൊ ഡിസംബറിൽ എക്സാം വരുമ്പോൾ നമ്മൾ അസൈൻമെന്റ് വെക്കേണ്ടത് ഒക്ടോബർ 31 മുമ്പായിട്ടാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ജൂണിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 31 ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ യൂണിവേഴ്സിറ്റി വർഷത്തിൽ 2 പ്രാവശ്യം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്ത് ഈ പറഞ്ഞ ഓക്കെ. ടേം ആൻഡ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ 2 തവണയാണ്. ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലുമാണ്. അപ്പൊ സെക്കൻഡ് ഇയറിൽ ഇപ്പൊ നിങ്ങൾ BCom സെക്കൻഡ് ഇയർ ബാച്ചാണ്. BCom സെക്കൻഡ് ഇയറുകാർക്ക് ഫസ്റ്റ് നമ്മുടെ എക്സാംസ് വരുന്നത് ഡിസംബറിലായിരിക്കും. ഡിസംബർ 2025 നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന്റെ എക്സാം വരുന്നുണ്ടാവുക.
അപ്പോൾ സെക്കൻഡ് ഇയറിന്റെ എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ആയിരിക്കും. സെപ്റ്റംബർ 15 വെക്കണമെന്നായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ഡേറ്റ്. സെപ്റ്റംബർ 15 തൊട്ട് ഒക്ടോബർ 31 നിങ്ങൾക്ക് അസൈൻമെന്റ്സ് വെക്കാവുന്നതാണ്. പിന്നീടുള്ള ചേഞ്ചസ് യൂണിവേഴ്സിറ്റി തരുന്നതാണ്. യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ മാത്രമേ നമുക്ക് അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ഡിസംബറിൽ എക്സാം എഴുതുന്നില്ല എങ്കിൽ, നിങ്ങൾ അടുത്ത ജൂണിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ, ജൂൺ 2026 എക്സാം എഴുതുന്നതെങ്കിൽ, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഈ സെപ്റ്റംബറിൽ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ടൈമിൽ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 31 മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് വെക്കേണ്ടതാണ്, ജൂണിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ. പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻമെന്റിന് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് പൊതുവെ ഡിസംബറിൽ എക്സാം ആണ്. ഇപ്പൊ നമുക്ക് എന്തായാലും സെക്കൻഡ് ഇയറിന്റെ എക്സാം വരുന്നത് ഡിസംബറിലാണ് എക്സാം വരുന്നതെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ തൊട്ട് എക്സാം രജിസ്ട്രേഷന്റെ ലിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അത് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഫസ്റ്റ് എന്നാണോ ലിങ്ക് ഓപ്പൺ ആവുന്നത് ആ ടൈമിൽ ലേൺവൈസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ലിങ്ക് ഓപ്പൺ ആവുന്നത്. ആ ടൈമിൽ തന്നെ വിത്തിൻ 10 to 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടേമന്റ് എക്സാമിനേഷന്റെ പാസ് മാർക്കാണ്. ടേമന്റ് എക്സാമിനേഷന്റെ പാസ് മാർക്ക് അസൈൻമെന്റ്സിന്റെ കൂട്ട് തന്നെ 35% ആണ്. ഔട്ട് ഓഫ് 100 35%, 135 മാർക്കാണ് ടേമന്റ് എക്സാമിനേഷന് നമുക്ക് വേണ്ടത്. പിന്നെ ഇൻ കേസ് അതിന് നമുക്ക് 135 മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം എപ്പോഴാണോ വരുന്നത്, ജൂണും ഡിസംബറും ആണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ നെക്സ്റ്റ് എക്സാം എപ്പോഴാണോ വരുന്നത് ആ ടൈമിൽ നമ്മൾ എക്സാമിന് ഇതേപോലെ രജിസ്റ്റർ ചെയ്തിട്ട് റീഅപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. അപ്പൊ അതിനുള്ളിൽ നമ്മളത് എഴുതി എടുക്കണമാണ്. 5 തൊട്ട് 6 വർഷം വരെയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടേത് എഫ് ആയതുകൊണ്ട് 5 വർഷത്തിനുള്ളിൽ നമ്മളത് എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫൈനൽ മാർക്ക്, ഓരോ കോഴ്സിന്റെയും ഫൈനൽ മാർക്ക്, കോഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. ഓരോ സബ്ജക്റ്റിന്റെ ഫൈനൽ മാർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് അസൈൻമെന്റ്സിന് അതിന് എത്ര സ്കോർ കിട്ടിയോ അതിന്റെ 30%, ടേമന്റ് എക്സാമിനേഷൻ എത്ര സ്കോർ കിട്ടിയോ അതിന്റെ 70% എടുത്തിട്ടാണ് നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ അസൈൻമെന്റ്സിന് നമുക്ക് 100-ൽ 50 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കാം. ടേമന്റ് എക്സാമിനേഷന് നമുക്ക് 100-ൽ 60 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കാം. അപ്പൊ 50-ന്റെ 30%, 60-ന്റെ 70% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ 100-ൽ എന്തുകൊണ്ട് അസൈൻമെന്റിന് 30% മിനിമം വേണമെന്ന് പറയാൻ കാരണം എപ്പോഴും അസൈൻമെന്റ്സ് 30% അല്ലെങ്കിൽ 35% അല്ല നമ്മൾ എടുക്കേണ്ടത്. ഒരു മോർ ദാൻ 80% സ്കോർ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എങ്ങനെയാണ് എങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ജസ്റ്റ് പാസ് 36 മാർക്കേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും മൊത്തത്തിലുള്ള ഒരു അഗ്രിഗേറ്റ് സ്കോർ വരുമ്പോൾ അസൈൻമെന്റ്സിന്റെ മാർക്ക് കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്കതിന്റെ പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഓവറോൾ മാർക്ക് വരുമ്പോൾ 40+ ഒക്കെ പോയേക്കാം. അപ്പൊ അസൈൻമെന്റ് എത്രയും നല്ല രീതിയിൽ എഴുതാമോ അത്രയും എഫക്റ്റീവായിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളത് മോഡേൺ ടൂൾസ് ആണ്. അപ്പൊ ലേൺവൈസ് നമ്മൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കൂടാതെ നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്ത് നമ്പർ ഓഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡീസ് കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കാനും അതുപോലെ വളരെ എഫക്റ്റീവായിട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഓരോ സെക്ഷൻസും അതേപോലെ ആപ്ലിക്കേഷനകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ സെഷൻസും ഇതിപ്പം സിലബസ് ഡീകോഡിംഗ് ആണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ആ ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിൽ എന്തെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് കോർ ലേണിംഗ് റിസോഴ്സസ് ആണ്. ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലേൺവൈസിന്റെ കൂടെ ഫസ്റ്റ് ഇയർ ഫുൾ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷനകത്ത് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ അത്രയും സബ്ജക്റ്റിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ ലൈവ് ലെക്ചറിങ്, നിങ്ങൾക്ക് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതും മാക്സിമം എത്രയാണ് അല്ലെ ഒരു 1 hour വരുന്ന രീതിയിൽ വൺസ് ഇൻ എ വീക്ക് ഓരോ സെഷൻസിന്റെയും ലൈവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വാല്യൂ ആഡഡ് നോട്ട്,
അപ്പം ഏതൊക്കെയാണോ പോർഷൻസ് നമുക്ക് പഠിക്കാനുള്ളത് അതിനെയൊക്കെ ബ്രീഫ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോ വീക്കിലും റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാല്യൂ ആഡ് നോട്ട്സ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. എക്സാം പീഡിയ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണോ അതെല്ലാം നോട്ട് ചെയ്ത് തന്നിട്ട് അതിന്റെ ആൻസേഴ്സ് ഇവിടെ തരുന്നതാണ് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക്, അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സും നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്. ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കിയുള്ള ടൂൾസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, പരീക്ഷയോട് അനുബന്ധിച്ച് ആ ഒരു ടൈമിൽ നമ്മൾ നിങ്ങൾക്ക് PYQ തരാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് 5 to 6 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ആ ഒരു എക്സാമിന് വന്ന പാറ്റേൺ ചേഞ്ച് എന്താണെന്നും ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും ഏതൊക്കെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത്. ലാസ്റ്റ് ടൈമിൽ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഏതെങ്കിലും പോർഷൻസ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാമോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാമോ ഇമ്പോർട്ടന്റ് അല്ലാത്തത്. അപ്പൊ അങ്ങനെയുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സെഷനാണ് PYQ എന്ന് പറയുന്നത്. അത് നമ്മൾ റെക്കോർഡഡ് ആണ്, നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അവൈലബിൾ ആയിരിക്കും. നമ്മൾ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. പിന്നെ മോഡൽ എക്സാംസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു എക്സാംസ് നമ്മൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ആ ഒരു അപ്പിയറൻസും അല്ലെങ്കിൽ ആ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സെഷൻസ് നമ്മൾ വെക്കാറുണ്ട്. മോഡൽ എക്സാംസ് ആണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുന്ന. യൂണിവേഴ്സിറ്റിയുടെ അതേ ഫോർമാറ്റിൽ തന്നെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതും വിർച്വലി ആണ്. ഈ പറയുന്ന പോലെ തന്നെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്ക് തീരുന്ന രീതിയിലുള്ള എക്സാംസ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇഗ്നു ഹെൽപ്പ് ഡെസ്ക്, കാരണം എക്സാം രജിസ്ട്രേഷനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇഗ്നുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ലേൺവൈസ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. റീ രജിസ്ട്രേഷന്റെ അഡ്മിഷന്റെ അതേപോലെ തന്നെ എക്സാം രജിസ്ട്രേഷനും എല്ലാം നിങ്ങൾക്ക് ലേൺവൈസ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി കോഴ്സ് ആണ് EEP ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ലാംഗ്വേജിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്, ഗ്രാമറ്റിക്കൽ എറേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കോംപ്ലിമെന്ററി കോഴ്സ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ കോ കരിക്കുലർ ഈവെന്റ്സ്, ഓണം അതേപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ, അതായത് വുമൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ എല്ലാം നമ്മൾ, ഗാന്ധി ജയന്തി എല്ലാം നമ്മൾ വെർച്വലി കണ്ടക്ട് ചെയ്യാറുണ്ട്. പഠനത്തിനുപരിയായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ലേൺവൈസിൽ വെർച്വലി. അതാണ് കോ കരിക്കുലർ ഈവെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് കൂടുതലും നമ്മളുടെ സബ്ജക്ട് ബേസ്ഡും അല്ലാതെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. അസൈൻമെന്റ് സൊല്യൂഷൻസ് ആപ്പിൽ അവൈലബിൾ ആണല്ലോ. അപ്പം അത് ബേസ് ചെയ്ത് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? നമുക്കൊരു ലിമിറ്റ് ഇല്ലേ 60 എന്നുള്ളത്. അപ്പം ചില അസൈൻമെന്റ്സ് ഒക്കെ 70 കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ 60 എന്നുള്ളത് കടന്നു പോയാൽ എന്താണ് സംഭവിക്കുക? ഒന്നുകൂടെ ചോദിക്കാവോ? 60 ഏതാണ്? എനിക്കത് മനസ്സിലായില്ല, അങ്ങോട്ട് ചോദിക്കാം. എന്താണ് 60യുടെയും 70യുടെയും കണക്ക് പറഞ്ഞേ? പേജ് നമ്പർ കാര്യമാണോ? അതെ, പേജ് നമ്പർ 60 എന്നുള്ള ലിമിറ്റ് ഉണ്ടല്ലോ. 60 എന്നൊരു ലിമിറ്റ് ഒന്നും അങ്ങനെ പറയുന്നില്ല. നമുക്കൊരു 35 എബോവ് പേജ് പോകണം. അത് എന്തുകൊണ്ടാണ് 35 എബോവ് എന്തായാലും പോയാലും നമുക്ക് ആ ഒരു അസൈൻമെന്റ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം 100 മാർക്കിന്റെ എക്സാമിന് യൂണിവേഴ്സിറ്റി തരുന്നത് 26 പേജാണ് 100 മാർക്കിന്റെ എക്സാം. അപ്പോൾ 100 മാർക്കിന്റെ അസൈൻമെന്റിന് എന്തായാലും യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് 30 എബോവ് പേജസ് ആയിരിക്കും, അല്ലേ? കാരണം സമയവും മറ്റത് 3 മണിക്കൂർ കൊണ്ട് 26 പേജ് എഴുതണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പം ഒരു 3 മാസം കൊണ്ട് നമുക്കൊരു 40 പേജസ് എഴുതാമല്ലോ. 35 to 40 or 50 ബിലോ വരുന്ന രീതിയിൽ നമ്മൾ അസൈൻമെന്റിന്റെ എഴുതിയാൽ മതി. പിന്നെ ഗൈഡ് ബുക്കാണ് ലേൺവൈസ് തരുന്നത്. അത് നിങ്ങൾക്കൊരു ഹിൻസ് ആണ് തരുന്നത്. ചില ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് എഴുതണം എന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ അത് എഴുതാനുള്ള ഹിന്റ് ആണ് നമുക്ക് തരുന്നത്. അത് അതേപടി എഴുതണം എന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിലൊരു 60 പേജ് പൊക്കോട്ടെ. 60 നമ്മൾ എഴുതണ്ട. നമുക്ക് ആവശ്യം 35 മുകളിൽ പോകണം എന്നേ ഉള്ളൂ. 40 വരുന്ന രീതിയിൽ എഴുതിക്കോളൂ, 50 വരുന്ന രീതിയിൽ എഴുതിക്കോളൂ. ഇതിപ്പം അപ്പോസ് പേജ് ആയി പോയി, എഴുതിയിട്ട് 70 പേജ് ആയി പോയാൽ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ സ്റ്റഡി സെന്റർ എന്ന് പറയാറുണ്ട് ഇത്രയും ഒത്തിരി അങ്ങ് എഴുതിയിട്ട് വരണ്ട. ഒരു സബ്ജക്റ്റ് ആയല്ലോ, ബാക്കിയുള്ള സബ്ജക്റ്റ് 70 പേജ് ഒക്കെ ആയാലും മാർക്ക് കുറയ്ക്കോ? നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? നെഗറ്റീവ് ഒന്നുമില്ല, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നമ്മൾ എത്ര പേജ് എഴുതി എന്ന് പറഞ്ഞാലും
എ അല്ലെങ്കിൽ ബി, അതിനപ്പുറം നമുക്കൊരു അല്ലെങ്കിൽ എക്ക് അപ്പുറം ഒരു ഗ്രേഡ് നമുക്ക് കിട്ടാനില്ല. ഒരു 40 പേജൊക്കെ മതി, ധാരാളം. 40-50 പേജൊക്കെ മതി. പിന്നെ ചില സ്റ്റഡി സെന്റേഴ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ പറയും കമ്പൽസറി ആയിട്ട് 50 പേജസ് വേണം എന്ന് പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിർമ്മലഗിരി കോളേജാണ് തോന്നുന്നു, കൂത്തുപറമ്പ്. ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞായിട്ട് സ്റ്റുഡൻസ് പറയുന്നുണ്ട്. നമുക്ക് ജെ നേരിട്ട് ഡി അറിയാം. JDT സ്റ്റഡി ശരിക്കും സെന്റർ 40 മതി. അവർ പറയുന്നുണ്ട് 40, അതിനപ്പുറം ഒന്നും വേണമെന്നില്ല. അത് നിങ്ങൾക്ക് JDT ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതിൽ വരാറുണ്ടല്ലോ. അപ്പം ഒരു 40 പേജൊക്കെ മാക്സിമം മതി JDT, അതിനപ്പുറം ഒന്നും JDT വേണ്ട. ആണോ കറക്റ്റ് ചെയ്യുന്നത് പേപ്പേഴ്സ്? അസൈൻമെന്റിന്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യുന്നത് സ്റ്റഡി സെന്റേഴ്സ് ആണ്. അവരെന്ത് പറയുന്നു അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. JDT ആകുമ്പോൾ അസൈൻമെന്റ്സിന് അവരുടേതായ ഫ്രണ്ട് പേജ് ഉണ്ട്, അസസ്മെന്റ് ഷീറ്റ് ഉണ്ട്, പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം അവരുടെ സ്റ്റുഡൻസിനെ നേരത്തെ തന്നെ അറിയിക്കാറുണ്ട്. അപ്പൊ അതിന് ഫോളോ ചെയ്ത് പോവാം. പിന്നെ അവർക്ക് അവരുടേതായ ഡേറ്റ് എക്സ്റ്റൻഷനും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. സ്റ്റഡി സെന്റർ എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. നമ്മളിവിടെ ലാൻഡ് വൈസിൽ പറയുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ഓരോ സ്റ്റഡി സെന്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ആവാറുമുണ്ട്. നമ്മുടെ സ്റ്റഡി സെന്റർ എന്താണോ പറയുന്നത് നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ JDT 40 പേജസ് ഒക്കെ ധാരാളം അവർ പറയാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആപ്പിൽ അടിയിൽ എഴുതിയിട്ടുള്ളത് ഡു നോട്ട് കോപ്പി പേസ്റ്റ്? അതാ കോപ്പി പേസ്റ്റ് ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഹിന്റ് ആണെന്നാ പറയുന്നത്. അത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. നിങ്ങൾക്കത് എഴുതണമെങ്കിൽ എഴുതാം, എഴുതണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് ഹിന്റ് ആയിട്ട് തരുന്നു, എന്ത് എഴുതണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാന്നാണ് അവിടെ പറയുന്നത്. ഒരേ പിള്ളേർ തന്നെ ഇപ്പം ലാംഗ്വേജ് എന്തുമാത്രം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, അവരെല്ലാവരും ഒരേ സാധനം തന്നെ എഴുതി കൊണ്ടുപോയി. ഇപ്പൊ JDT തന്നെ ഒത്തിരി സ്റ്റുഡൻസ് ലാംഗ്വേജിലുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരേ കാര്യം എഴുതി വെച്ചാൽ എന്താ പറ്റുക? അവർ ചോദിക്കില്ലേ ഇത് എവിടുന്ന് കിട്ടി, എന്താ എല്ലാവരുടെ ആൻസർ ഒരുപോലെ ഇരിക്കാന്നുള്ളത്? ഉറപ്പായിട്ടും ഇവർ ചോദിക്കും. അപ്പൊ അത് കോപ്പി ചെയ്യേണ്ട നമ്മൾ പറയും. നിങ്ങൾക്ക് ആൻസർ ഗൈഡാണ് തരുന്നത്, അത് എഴുതേണ്ട രീതിയും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ ഇന്നതാണ് എന്ന് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്ത് തരും. ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണെന്നറിയോ? നമ്മൾ പഠിക്കുന്നത് കൂടാതെ യൂണിവേഴ്സിറ്റിക്ക് അറിയാൻ, അല്ലെങ്കിൽ അതത് സെന്റേഴ്സിന് മനസ്സിലാക്കുക നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്ത് കാര്യം പഠിച്ചു എന്നുള്ളത്. യൂണിവേഴ്സിറ്റി പോലും പറയുന്നുണ്ട് SLM നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് നോക്കി എഴുതാൻ പാടില്ല, ഡോണ്ട് കോപ്പി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പോർഷൻസ് വായിക്കുക. ആ പോർഷൻസ് വായിച്ചിട്ട് അതിലെ പോയിന്റ്സ് മനസ്സിലാക്കുക. പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുതുക ചെയ്യേണ്ടത്. അതാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ടെക്സ്റ്റ് നോക്കി കോപ്പി അടിച്ച് എഴുതി വരുന്നതല്ല അസൈൻമെന്റ്സ്. നമ്മളുടേതായ വ്യാഖ്യാനത്തിൽ നമ്മൾ എഴുതുക ചെയ്യണം. നമുക്ക് എന്താണോ മനസ്സിലായത്. അപ്പൊ അസൈൻമെന്റ്സ് വായിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ആ കുട്ടി ഈ പോർഷൻസിലൂടെ പോയിട്ടുണ്ട്, അത് അവൻ അല്ലെങ്കിൽ അവൾ അവരുടേതായ രീതിയിൽ എഴുതി പോയിരിക്കുന്നു. അക്കാഡമി നമ്മൾ ആ ഒരു പോർഷൻസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്യാം, നമ്മളെ റെഫർ ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്യാം. വേറെ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് അതേ പോർഷൻസ് വരുന്ന നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ്. ഇപ്പൊ ഇഗ്നോന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ശർമ്മയുടെ ഉണ്ട്, നീരജ് പബ്ലിക്കേഷന്റെ ഒക്കെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇഗ്നോന്റെ സിലബസ് പറയുന്ന ടെസ്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് റെഫർ ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. നമ്മുടേതായ രീതിയിൽ നമുക്ക് എഴുതി വെക്കാം. ഒരിക്കലും ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെന്ന് പോലും പറയുന്നില്ല. പരീക്ഷയ്ക്ക് പോലും ടെക്സ്റ്റ് അതേപടി എഴുതി വെക്കുന്നെന്ന് പറയുന്നവരുണ്ട് ഇഗ്നുവിൻ്റെത്. അതൊരു റെഫറൻസ് ടെക്സ്റ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഇതേ സെന്റൻസ് ടെക്സ്റ്റിൽ അതേപോലെ നിങ്ങൾക്ക് എഴുതാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. അസൈൻമെന്റ്സിൽ നമ്മൾ തരുന്നത് ഗൈഡ് ബുക്ക് ആണ്. പ്രത്യേകം അവിടെ ഹെഡിങ് തന്നെ എന്താണ്, ഗൈഡ് ബുക്ക് എന്നാണ്. ആൻസർ ഗൈഡ് ബുക്കാണ്. അതിനെ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് കണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാം. അത് അതേപോലെ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ അതേപോലെ എഴുതുന്ന സ്റ്റുഡൻസും ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇതുവരെ മാർക്കിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ലാംഗ്വേജിന്റെ എഴുതിയിട്ട് ഒരു സ്റ്റുഡൻസിന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അറൌണ്ട് 90 എബോവ് കിട്ടും മിസ്സേ അത് എഴുതിയാലും? കിട്ടാറുണ്ട്. ഗ്രേഡ് സിസ്റ്റം അനുസരിച്ചിട്ടാണെങ്കിൽ എയും ബിയും ആണ്. എയും ബിയും എന്ന് പറഞ്ഞാൽ 80-ന് മുകളിൽ എന്നാണ് അർത്ഥം. എ എന്ന് പറഞ്ഞാൽ 90, ബി എന്ന് പറഞ്ഞാൽ 80-ന് മുകളിലാണ്. ഇവിടെ സ്റ്റുഡൻസിനെല്ലാം 80 എബോവ് സ്കോർ കിട്ടാറുണ്ട് അസൈൻമെന്റ്സിന്. പിന്നെ കുറെ പേരും ആരും അങ്ങനെ അത് അതേപോലെ കോപ്പി അടിച്ച് എഴുതാറില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ആൻസർ ഗൈഡ് ബുക്ക് ആണ്, നിങ്ങൾ കഴിവതും ഇതൊരു ഗൈഡായിട്ട് കാണാം. പിന്നെ കുറെ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം, ഡയഗ്രാംസ് ആഡ് ചെയ്യാം. ഒത്തിരി വാരി വലിച്ച് എഴുതാതെ പോയിന്റ്സ് ഒക്കെ വരുന്ന കാര്യങ്ങൾക്ക് ഡയഗ്രാം ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എന്നൊരു സബ്ജക്ട്. അതിന്റെ ലാസ്റ്റ് 4th ബ്ലോക്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പ്രോഡക്റ്റ് പ്രൈസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ മാർക്കറ്റിന്റെ കോൺസെപ്റ്റ് ഇതാണ്, അതിനെ ഒരു 4 ബ്രാഞ്ചസ് ആയിട്ട് വരച്ചിട്ട് ഈ നമ്മുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റ് പ്രൈസ്
അങ്ങനെയൊക്കെ ഓരോ പ്ലേസ് അനുസരിച്ച് നമ്മൾ പല കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അത് ഓരോന്ന് വെച്ചിട്ട് അതിന്റെ താഴെ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിനെ ഒരു ഡയഗ്രാം ആക്കി അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് ആക്കിയൊക്കെ എഴുതിയിട്ട് ദെൻ അതിനെ റീഡിഫൈൻ ചെയ്യും. അപ്പൊ ആ ഒരു അപ്പിയറൻസിന് തന്നെ മാർക്ക് കിട്ടും. നമ്മളൊരു വാരി വലിച്ച് 60-70 പേപ്പർ എഴുതിയിട്ട് മാത്രം കാര്യമില്ല, ആ ഒരു പ്രസന്റ് ചെയ്യുന്ന അപ്പിയറൻസിന് നമുക്ക് മാർക്ക് കിട്ടും. കുറച്ചൊക്കെ ഡയഗ്രാം ഒക്കെ ആഡ് ചെയ്ത് വ്യത്യസ്തമായിട്ടൊക്കെ എഴുതാൻ ശ്രമിച്ചു നോക്കും, മാർക്ക് നല്ലതുപോലെ കിട്ടും. പിന്നെ കളർ പെൻസും കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാണ്ടിരിക്കുക.